കഴിഞ്ഞ 8 വർഷമായിട്ട് ദിലീപിൻ്റെ സിനിമകൾ കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ കുട്ടികൾ CID മൂസയും മീശ മാധവനൊക്കെ കണ്ടു വളർന്ന കുട്ടികളാണ്. അവരെന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഞങ്ങൾ അങ്ങനെയുള്ള സിനിമകൾ കാണിച്ചത്? ഞങ്ങളുടെ അത് മുഴുവൻ ഫേക്കാക്കി കളഞ്ഞില്ലേ ഞങ്ങളുടെ ബാല്യം എന്ന് അവരെന്നോട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെയാണ് ലോകത്തിൻ്റെ പല ഭാഗത്ത് നമ്മൾ പോകുമ്പോൾ, അമേരിക്കയിലായാലും യൂറോപ്പിലായാലും ഏതൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാലും എന്ത് പ്രോഗ്രാം കഴിഞ്ഞാലും പ്രോഗ്രാമിൻ്റെ അവസാനം കുറേ മലയാളികൾ, എസ്പെഷ്യലി സ്ത്രീകൾ വന്നിട്ട് ഈ കേസിനെ പറ്റി എന്നോട് സംസാരിക്കും. കാരണം ഞാനിതിൽ കുറച്ച് ആക്റ്റീവായിട്ട് നേരത്തെ ഉള്ളതുകൊണ്ട് അവർ വന്നിട്ട് ദേ ഹാവ് ബേസിക്കലി ടേക്കൺ എ പ്ലെഡ്ജ്, ഒരു തരത്തിൽ ഒരിക്കലും പോയി കാണില്ല എന്നുള്ളത്. ഇപ്പോഴീ കേസിൻ്റെ വിധി വന്ന് ഈ വിധിയിൽ തീരെ ആക്സെപ്റ്റബിൾ അല്ലാത്തൊരു വിധിയും കൂടെ വന്നപ്പോൾ അതിൻ്റെ ഒരു റിയാക്ഷൻ എന്ന നിലയിൽ ഈ സിനിമ തോറ്റ് തന്നെ ആകണം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ബാക്കി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിനയത്തിനെ പറ്റിയോ അദ്ദേഹം ചെയ്യുന്ന സിനിമകളെ പറ്റിയോ ഒന്നും പറയാൻ ഞാനാണല്ല. പക്ഷേ ഇതൊരു റിയാലിറ്റിയാണ്. ആ സിനിമയിലുള്ള മറ്റുള്ളവരെ പറ്റി ആലോചിച്ച് ആ സിനിമയ്ക്ക് ഒരു ലീവേ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചിന്തിക്കാൻ പറ്റാത്തൊരു സ്റ്റേറ്റിലാണ് ഒരുപാട് ആൾക്കാർ, സ്ത്രീകൾ പ്രത്യേകിച്ച്, പക്ഷെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, ഈ മൂവ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള യാത്രയിൽ ഒരു മലയാളിയുടെ ഒരു നല്ലൊരു ശതമാനത്തിന് മാറ്റി വെച്ചിട്ടുള്ള കണ്ടന്റ് മാത്രമേ ദിലീപിന് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സിനിമ ലോകത്ത് രണ്ട് പക്ഷമുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്കറിയില്ല. പക്ഷേ ഭയങ്കര നിശബ്ദതയാണ് സിനിമ ലോകത്ത് നിന്നുണ്ടാവുന്നത്. സംസാരിക്കുന്നവരൊക്കെ ഭയങ്കര ഡിപ്ലോമാറ്റിക്കായിട്ടാണ് സംസാരിക്കുന്നത്. വളരെ അപൂർവം ആളുകൾ മാത്രമാണ് അതിജീവിതയ്ക്കൊപ്പം നിന്നിട്ട് സംസാരിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു സൈലൻസ്? കോടതി വിധി വരട്ടെ, അല്ലെങ്കിൽ കോടതി പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇവരൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റുള്ള വിഷയങ്ങളിൽ ഒരു നീതിബോധമുള്ള, നല്ല നീതിബോധമുള്ള ആൾക്കാരാണ്. മറ്റുള്ളതൊക്കെ വളരെ ഓപ്പണായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ഈ ഒരു കാര്യം വരുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ ഒരു നിശബ്ദതയാണ്. കഴിയുന്നത്രയും ഈ ശബ്ദം ഇതിനെപ്പറ്റി സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് സുകുമാരൻ, തിലകൻ, ഇങ്ങനെ ഒരുപാട് ഇൻസിഡൻസ് കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവരുടെയൊക്കെ അനുഭവത്തിൽ നിന്ന് ഈ ഒരു ഇഷ്യൂവിൽ, ഈ ഒരു പവർ സെൻറ്ററിന് എതിരായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ, ആ പവർ സെൻറ്റർ ദിലീപ് കൈയടക്കിയിരുന്നു ഇവൻച്വലി. അപ്പോൾ അതിന് സംസാരിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ കരിയറിനെ, ആക്ടിങ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, റിലീസ് ചെയ്യുമ്പോൾ തിയേറ്റർ അവൈലബിലിറ്റി ആയിരിക്കാം, അങ്ങനെ ഒരുപാട് ഏരിയയിൽ ഇയാളുടെ ഇൻഫ്ലുവൻസ് നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുക, എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ എന്നുള്ള രീതിയിലായിരിക്കണം. പക്ഷേ യങ്സ്റ്റേഴ്സ് പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ആൾക്കാർ പോലും ബാക്കിയുള്ളതിലൊക്കെ വളരെ ഓപ്പണായിട്ട്, ഫ്ലഡിൻ്റെ കാര്യത്തിൽ അതിലും ഇതിലൊക്കെ വളരെ ഓപ്പണായിട്ട് ഒപ്പീനിയൻസ് പറയുന്ന ആൾക്കാരാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ അവർ മിണ്ടാതാവുന്നത് വലിയൊരു സങ്കടമാണ്. പ്രത്യേകിച്ച് ഒരു 10-20 പെൺകുട്ടികൾ, അവരൊരു എക്സംപ്ലറി ആയിട്ട് അവർ പുറത്ത് വന്ന് ബോൾഡായിട്ട് ഒരു നിലപാടെടുത്ത് അവർ ഇവരുടെയൊക്കെ മുമ്പിൽ അവർ നടക്കുകയാണ് ഈ സമൂഹത്തിൽ. അവരുടെ മുമ്പിൽ പോലും തല താഴ്ത്തി നിൽക്കേണ്ട ഒരു ഗതികേടിലാണ് മറ്റുള്ള സിനിമാക്കാരൊക്കെ. അത് എന്ന് മാറും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കണ്ടു വരും നമ്മൾ. ഈ കോടതി വിധി വന്നതിന് ശേഷം ഉള്ള ദിലീപിന്റെ ഒരു പെരുമാറ്റമുണ്ട്. അതൊരു വെഞ്ചൻസോട് കൂടിയിട്ടുള്ള ഒരു സംഗതിയായിരുന്നു. കൃത്യമായിട്ട് മഞ്ജു വാര്യരുടെ നെയിം ഡ്രോപ്പ് ചെയ്തിട്ട് ഒരു ആൾക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് ഇട്ടുകൊടുക്കുന്ന പോലത്തെ ഒരു പരിപാടിയാണ് ചെയ്തത്. അപ്പൊ അത് എവിടെ തുടങ്ങിയിരുന്നു എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള സൂചനയും കൂടിയിട്ട് അതിനകത്തുണ്ട്. ഈ കേസിന്റെ തുടക്കം മുതൽ ഈ വിഷയത്തിൽ അങ്ങനെ നിന്നിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ ഈ പെൺകുട്ടികൾ മുന്നോട്ട് വന്നു എന്ന് പറയുന്നില്ലേ, ഇവരുടെ ഈ ഒരു കഴിഞ്ഞ കാലം എങ്ങനെയായിരുന്നു? പലതരത്തിൽ ആ പെൺകുട്ടികൾ പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ കഴിഞ്ഞ 8 വർഷം ഇവരനുഭവിച്ചിട്ടുള്ള തൊഴിൽ നഷ്ടമുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ അവരെങ്ങനെയാ ഡീൽ ചെയ്തിട്ടുള്ളത്? വേറെ ഒന്നും ചെയ്യാൻ ഗത്യന്തരമില്ല. ആ ഒരു സമയത്ത് എന്താണ് ഇപ്പം ചെയ്യേണ്ടത്, എന്താണ്, വാട്ട് ഈസ് ദ റൈറ്റ് തിങ് ടു ഡു എന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് ഇറങ്ങി വന്ന ആൾക്കാരാണ് മിക്കവാറും ഇതിനെതിരെ സംസാരിക്കുന്ന ആൾക്കാർ. അവരൊരിക്കലും എന്ത് ലാഭമുണ്ട് അല്ലെങ്കിൽ എന്തായിരിക്കും എൻ്റെ സ്ഥിതി എന്നൊന്നും ആലോചിക്കാതെയാണ് ഇതിലേക്ക് എടുത്തു ചാടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും തന്നെ അതിൽ അഫക്റ്റഡ് ആണ്. പലരും പിന്നീട് ഒരു റോൾ പോലും കിട്ടാതെ
ഈ രംഗത്ത് നിന്ന് അപ്രത്യക്ഷരായിട്ടുണ്ട്. ഈവൻ അതിജീവിതയുടെ കാര്യം തന്നെ എത്ര സിനിമകൾ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് ഇപ്പോൾ കഴിഞ്ഞു പോയിരിക്കുന്നത്. ഇത്രയധികം സപ്പോർട്ട് ഉണ്ടായിട്ട് പോലും അവർക്ക് സിനിമകളിൽ അവർക്ക് ഓപ്പർച്യൂണിറ്റി വരുന്നില്ല. ഇപ്പം ക്രിസ്മസ് പ്രോഗ്രാമിൽ മുഖ്യാതിഥിയായിരുന്നു, IFFKയിൽ മുഖ്യാതിഥിയായിരുന്നു. ഇതുപോലെ ഒരു നെയിം സേക്ക് ആയിട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ അപ്പുറത്തേക്ക് അവരെ എൻഗേജ് ചെയ്യാൻ നമ്മുടെ സമൂഹം ഇനിയും മടിച്ചു നിൽക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് മാറേണ്ടിയിരിക്കുന്നു. പാർവതി മാത്രമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേയെങ്കിലും ഒരു റെസിസ്റ്റൻസ് ഒക്കെ കൊടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഇഷ്യൂവിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ പുതിയ നാടകങ്ങൾ ചെയ്യാനും പുതിയ സിനിമകൾ ചെയ്യാനും ഇതിൻ്റെ അകത്ത് ഈ ഒരു ഇഷ്യൂവിൽ ബോൾഡായിട്ട് സ്റ്റാൻഡ് എടുക്കുന്ന ആൾക്കാരെ എൻഗേജ് ചെയ്യാനും ഒക്കെ ശ്രമിക്കേണ്ടതുണ്ട്. നമ്മളൊരു സൊസൈറ്റി എന്ന നിലയിൽ അപ്പോൾ മാത്രമേ ഇതിനെ നമുക്ക് എഫക്റ്റീവായിട്ട് കൗണ്ടർ ചെയ്യാൻ പറ്റുള്ളൂ. ഈ കോടതി വിധി ഉണ്ടല്ലോ, കോടതിനെ വിമർശനങ്ങൾക്ക് അതീതമാണ് കോടതി എന്നുള്ളൊരു തോന്നലുണ്ട്. പക്ഷെ അങ്ങനെയല്ല, കോടതി വിധികളെയും നമുക്ക് വിമർശിക്കാനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു ജനാധിപത്യ രാജ്യം തന്നെയാണ് ഇന്ത്യ. ഈ കോടതിക്കെതിരെ വിധി പറഞ്ഞ ജഡ്ജിക്കെതിരെ, ആ ജഡ്ജ്മെന്റിനെതിരെ വിമർശനങ്ങൾ വരുന്നുണ്ട്. ഈ അതിജീവിത തന്നെ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് ഈ ജഡ്ജിയെ മാറ്റണം എന്നുള്ളതും ഒട്ടും അനുകൂലമായിട്ടുള്ള രീതിയിലല്ല ജഡ്ജ് ആക്ട് ചെയ്തതെന്നും അന്വേഷിക്കേണ്ട കാര്യങ്ങളൊന്നും അന്വേഷിച്ചിട്ടില്ല എന്നും കൊടുത്ത തെളിവുകളൊന്നും പരിഗണിച്ചിട്ടില്ല എന്നൊക്കെയുള്ള ഒരുപാട് വിമർശനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ കോടതി വിധിനെ എങ്ങനെയാ വിലയിരുത്തുന്നത്? കോടതി വിധി വന്ന ദിവസം ഒരു കോടതിയും ആഗ്രഹിക്കാത്ത തരത്തിലുള്ള റിയാക്ഷൻസാണ് ഈ ജഡ്ജിനെ പറ്റിയും ഈ ജഡ്ജ്മെൻറ്റിനെ പറ്റിയും കോടതിയെ പറ്റിയും ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന് മുഴുവൻ കാരണക്കാർ ഈ കോടതി തന്നെയാണ്. നമുക്കറിയില്ല നമുക്ക് എന്തൊക്കെയാണ് എവിഡൻസ്, നമ്മൾ ഇയാളാണോ കുറ്റം ചെയ്തത് ഒന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല ഇതിനെ പറ്റിയിട്ട്. പക്ഷെ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഈ ജുഡീഷ്യൽ പ്രോസസ്സിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഈ കോടതിയും ഈ പ്രതിയും എന്തൊക്കെ ചെയ്തത് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിലാണ് ചെയ്തത്. അത് വേറെ ആരും പറയുകയോ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ്റെ ഫയലുകളിലൂടെ പോകേണ്ട ഒന്നും ആവശ്യം നമുക്കില്ല. വിക്ടിമിനെ എങ്ങനെ ഹറാസ് ചെയ്തു, വിറ്റ്നസ്സിനെ ഒരു എൻമാസ് എങ്ങനെ ഹോസ്റ്റൈലാവാൻ അനുവദിച്ചു, എങ്ങനെ എവിഡൻസസ് ടാമ്പർ ചെയ്തു, എങ്ങനെ എത്രമാത്രം റെസ്പെക്റ്റും ലീവേയും അക്യൂസ്ഡിന് അവർ കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അതിന് എക്സ്ട്രാ ടൈം കൊടുക്കുകയും അത് മുഴുവൻ ബോംബെയിൽ പോയിട്ട് അത് ക്ലീൻ ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന വിധത്തിൽ അവർക്ക് സമയം കൊടുക്കുകയും ഒരു ഫോൺ കൊടുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനെ അക്കോമഡേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് പല തവണ അതിജീവിത ഈ ജഡ്ജ് വേണ്ട, ഇത് എനിക്ക് ട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്നിട്ടും ഈ കേസിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നതും പുറത്ത് ഒരുപാട് തവണ പ്രതിയും ഈ ജഡ്ജും തമ്മിൽ എന്താണ് തേടിയ വള്ളി കാലിൽ ചുറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കണ്ടൻ്റാണ് അവിടെ നിന്ന് വരുന്നത്. ഇതൊക്കെ പോട്ടെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ പറഞ്ഞ ഈ ചെയ്തിയുടെ വീഡിയോ കണ്ടൻറ്റ് അത് അസമയത്ത് ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ അധികാരപ്പെടുത്താത്ത ആൾക്കാരുടെ പേഴ്സണൽ ഡിവൈസസിൽ ഇത് ആക്സസ് ചെയ്യപ്പെടുകയും ഇത് ലീക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ട് പോലും അതിനെപ്പറ്റി പുറത്ത് പറയാതിരിക്കുക, അത് കഴിഞ്ഞിട്ട് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ട് പോലും അതിനെ പറ്റിയിട്ട് പ്രോപ്പറായിട്ട് ഒരു അന്വേഷണം നടത്തി കുറ്റക്കാരെ ശിക്ഷിക്കുക, ഇതൊന്നും ചെയ്യാത്ത ഒരു കോടതിയാണ്. ഇത്രയും ചെയ്ത കോടതി, ഇത്രയും ഇംപ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത കോടതിയിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ജസ്റ്റായിട്ടുള്ള ഒരു വിധി പ്രതീക്ഷിക്കാൻ പറ്റുക? അപ്പം അത് കോടതി അലക്ഷ്യം ആൾക്കാർ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ആൾക്കാർക്കൊന്നും ഈ കോടതിയോട് പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടായിട്ടല്ല, കോടതി തന്നെ വരുത്തി വച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഒരിക്കലും ആക്സെപ്റ്റബിൾ അല്ല ഇത്തരത്തിൽ കോടതിയിലുള്ള ഒരു കോടതിയുടെ ചെസ്റ്റിലുള്ള എവിഡൻസ് ഇത്തരത്തിൽ ടാമ്പർ ചെയ്യപ്പെടുക, ആക്സസ് ചെയ്യപ്പെടുക എന്നുള്ളത്. എന്നിട്ട് പോലും ഈ കീഴ്ക്കോടതി അതിൽ റിയാക്ട് ചെയ്തിട്ടില്ല, അതിൽ ആക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ബാക്കി നമുക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും ഇതിലൊരു കോൺസ്പിറസി ഉണ്ട്. ആരാണ് ആ കോൺസ്പിറസി ചെയ്തത്, ആരാണ് ഈ കൊട്ടേഷൻ കൊടുത്തതെന്ന് അറിയാൻ സമൂഹത്തിന് നല്ല ആഗ്രഹമുണ്ട്. അത് ദിലീപ് ആണെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലില്ല. പക്ഷേ നമുക്ക് ഈ ഒരു പ്രോസസ്സിനെ ഒരുപാട് തവണ ഇതിനെതിരായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്.
പ്രതിയും ഈ കോടതിയും എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഹൈക്കോടതിയുടെ മുന്നോട്ട് പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ട് കയ്യിലുള്ള എവിഡൻസിനോട് മാക്സിമം നീതി പുലർത്തിയിട്ട് വേണം അടുത്ത ജഡ്ജ്മെൻറ്റ് വരാൻ എന്ന് നമ്മൾ സമൂഹം വിചാരിച്ചു കഴിഞ്ഞാൽ അതിൽ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കോടതിനെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടല്ലോ, പക്ഷെ പോലീസിന്റെ അന്വേഷണം കൃത്യമായ രീതിയിൽ നടന്നിരുന്നെങ്കിൽ കൺവിൻസിങ് ആവുന്ന, ഇപ്പോൾ വിധിന്യായം വായിക്കുന്ന സമയത്ത് അതിനകത്ത് പറയുന്ന കുറെ കാര്യങ്ങൾ, അപ്പൊ ഈ അന്വേഷണ തലത്തിൽ തന്നെ ഈ ഇടപെടലുകളും കൃത്യമായ എവിഡൻസ് ഉണ്ടാക്കാതിരിക്കുകയും ഉള്ള എവിഡൻസിനെ നശിപ്പിച്ചുകളൊക്കെ ചെയ്യുന്ന രീതിയിൽ അന്വേഷണ ഘട്ടത്തിൽ വന്നിട്ടുള്ള ഒരുപാട് ലാപ്സസ് ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും അറിയില്ല എത്രമാത്രം. ഇപ്പൊ പലരും പറയുന്നുണ്ട് മര്യാദയ്ക്ക് കേസ് അന്വേഷിച്ചില്ല, പ്രോസിക്യൂഷൻ ഫെയിലിയർ ആണ്, അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. നമുക്കതറിയാം അതല്ല കാര്യമെന്ന്. അത് അവിടെ എവിഡൻസ് ഉണ്ടോ ഇല്ലയോ, അന്വേഷണം പ്രോപ്പർ ആയിരുന്നോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. ഈവൻ ഇഫ് ഇറ്റ് ഈസ് വെരി പ്രോപ്പർ, ഈ കോടതി എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ളത് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഫീലോട് കൂടിയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം അവരതിന് വളരെ പോസിറ്റീവായിട്ട് ആ എവിഡൻസസിനെ അവരെ എൻഗേജ് ചെയ്യുകയും അതിനെ പറ്റിയിട്ട് അഭിപ്രായം പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് സ്ട്രോങ് ആയിരുന്നു, ഇത് വീക്കായിരുന്നു എന്നുള്ളത്. പക്ഷേ ഇന്ന് അവരെല്ലാം എടുത്ത് കളഞ്ഞിരിക്കുകയാണ് ടേബിളിൽ നിന്ന്. കാരണം ചെയ്ത ആൾക്കാർ മാത്രമേ ഉള്ളൂ, കോൺസ്പയർ ചെയ്ത ആൾക്കാരെ മുഴുവൻ അവർ വിട്ടിരിക്കുകയാണ്. അപ്പം കൺസിഡറിങ് ഓൾ ദീസ്, ഇവിടുത്തെ സിറ്റുവേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ പോലീസ് ഒരു കമൻഡബിൾ ജോബാണ് ചെയ്തിരിക്കുന്നത്. അവർ ഇതിലും നല്ല വർക്ക് അവർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റുമായിരുന്നു. ഇവർക്ക് ലൂസ് എൻഡ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുന്ന ഈ മാഡം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങളുണ്ട്. ആ ലൂസ് എൻഡ്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ടൈ ഡൗൺ ചെയ്യുന്ന രീതിയിൽ അവർക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ ഇപ്പോഴും ഇവിടെയുള്ള എവിഡൻസസ് സ്ട്രോങ് ഇനഫ് അല്ല, അതിൻ്റെ അകത്ത് കഴമ്പില്ല എന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ആ ഒരു ജസ്റ്റിഫിക്കേഷൻ ഇവിടെ പലരും കൊടുക്കുന്നത്, ഇപ്പം ചില ആൾക്കാരൊക്കെ വീഡിയോ വെച്ചിട്ട് തുടരാൻ ഈ ജഡ്ജ്മെൻറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ജഡ്ജ്മെൻറ്റിനെ മാക്സിമം ആംപ്ലിഫൈ ചെയ്തിട്ട് പോയ ഗ്ലോറി തിരിച്ചെടുക്കാനുള്ള ഒരു ശ്രമം അവിടെ നടക്കുന്നുണ്ട്. എനിക്ക് ആ ഒരു കൺവിക്ഷൻ എനിക്ക് ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല. ആ ഡയറക്ഷനിലേക്ക് നമ്മൾ ചിന്തിക്കുന്നത് തന്നെ സത്യം പറഞ്ഞാൽ ഈ ജഡ്ജ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഒരു അതിജീവിതയെ സംബന്ധിച്ച് ഒരു റേപ്പ് കേസാണ്, ഇത്തരത്തിലുള്ള ഒരു കേസ് അപൂർവമാണ് സത്യത്തിൽ. ഇവർക്കുള്ള ഒരു നീതി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതെന്താണ്? ഇത്തരം കേസുകളിൽ ഒരു സ്ത്രീക്ക് കൊടുക്കാവുന്ന, സമൂഹത്തിന് കൊടുക്കാവുന്ന, നിയമത്തിന് കൊടുക്കാവുന്ന, നിയമ സംവിധാനത്തിന് കൊടുക്കാവുന്ന നീതി എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്? ഇപ്പം നമുക്ക് കാണുന്നതിൽ ഏറ്റവും വലിയൊരു സങ്കടമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹിപ്പോക്രസിയാണ്. ആ ഹിപ്പോക്രസി ഒഴിവാക്കുക എന്നുള്ളത്. കാരണം ഈ ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ് കറക്റ്റായിട്ടുള്ള പോലീസ് ഫോഴ്സും പ്രോസിക്യൂഷനും ഉണ്ടായിട്ട് ഈ കേസിൽ ഫേവറബിളായിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റ് വാങ്ങിച്ചെടുക്കുക എന്നുള്ളത്. ഞങ്ങൾ അതിജീവിതയുടെ കൂടെയാണെന്ന് പറഞ്ഞിട്ട് റിസൾട്ട് വരുമ്പോഴത്തേക്കും അത് കണ്ടില്ലെങ്കിൽ അതിൽ യാതൊരു കാര്യമില്ല. അപ്പം വർഷങ്ങളോളം ഞങ്ങൾ അതിജീവിതയുടെ കൂടെയാണെന്ന് അതിജീവിതയെ കൂടെ നിർത്തുക, സർവൈവറിനെ കൂടെ നിർത്തുക എന്നുള്ളതിൻ്റെ അപ്പുറം എങ്ങനെ ഇതിൽ കോൺസ്പയർ ചെയ്ത ആൾക്കാരെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കുക എന്നുള്ളതാണ് സർക്കാർ നോക്കേണ്ട കാര്യം. സർക്കാർ മാത്രമല്ല, ഒരു സൊസൈറ്റി എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം. ഒരു ഷോർട്ട് ടേമിൽ ദാറ്റ് മേക്സ് എ ഹ്യൂജ് ഡിഫറൻസ്. ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇനി ഇത്തരത്തിലുള്ള ഒരു ക്രൈം ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള ആൾക്കാർക്കൊക്കെ ഒരു ലെസൺ എന്ന രീതിയിൽ ആ മാതൃകാപരമായിട്ടുള്ള ശിക്ഷ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെ ഒരു എഫക്റ്റ് എന്ന നിലയിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഇനി ഇത്തരം കാര്യങ്ങൾ ഇവിടെ നടക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാവുകയും നടന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ സമൂഹം മാറണം. കാരണം ഇതൊരു ഇൻഫ്ലക്ഷൻ പോയിൻ്റാണ്. സിനിമയിൽ ഇപ്പോഴും ഇതൊക്കെ കഴിഞ്ഞിട്ടും പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് മുഖത്ത് ഭാവം മാറിയിട്ട് പക, കാരണം ഈ ഒരു പക കൊണ്ട് താഴെ പോയ ഒരു ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ടർ സ്വന്തം പകയിൽ എരിഞ്ഞു തീർന്ന ഒരു മനുഷ്യനാണ്.
ഇത്രയും നീണ്ട നിയമയുദ്ധത്തിൻ്റെ അവസാനം പോലും വീണ്ടും ആ പക മുഖത്തേക്ക് ഇങ്ങനെ ഇരച്ചു കയറുന്ന കാണുമ്പോൾ, അപ്പോൾ സമൂഹം എന്ന നിലയിൽ നമ്മൾ കംപ്ലീറ്റ് ഫെയിലിയർ ആയിരുന്നു. ഒരു മാറ്റം പോലും ഇതിന് കാര്യങ്ങൾക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അതിൻ്റെ അകത്ത് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കോൺസ്പയർ ചെയ്തിരിക്കുന്ന ആൾക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്.